നമസ്കാരം, ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരുന്ന കോട്ടയത്തുള്ള ജിഷ്ണുവിന്റെ ചെറിയൊരു ഫാമിലെ കാഴ്ചയുമായിട്ടാണ്. ജിഷ്ണു ഈ ഒരു ഫാമിൽ പരിചരിക്കുന്നത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽസ്, അതുപോലെ തന്നെ കുറച്ച് ഡോഗ്സിനെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജിഷ്ണുവിന്റെ വീട്ടിലെ ഫാൻറ്റെയിൽസിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ ബുള്ളി ഇനത്തിൽപ്പെട്ട ഒരു ഡോഗിന്റെ കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ജിഷ്ണുവിന്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. എൻ്റെ സ്ഥലം കോട്ടയം. എനിക്കിവിടെ ഒരു ചെറിയൊരു ലോഫ്റ്റ് ഉണ്ട്. എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് JS ലോഫ്റ്റ് എന്നാണ്. ഞാനിവിടെ കൂടുതലും ചെയ്യുന്നത് ഫാൻറ്റെയിൽസ് ആണ്. ഫാൻറ്റെയിൽസിനകത്ത് വൈറ്റും ബ്ലാക്കുമാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസ്. ഫാൻറ്റെയിൽസിനോട് പണ്ട് മുതലേ താല്പര്യമാണ്. ഞാൻ ആദ്യം മുതലേ ഫാൻറ്റെയിൽസാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷമായിട്ട് ഈ ലോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പം പുതിയ കേജ് പണിതാണ്. ഇതിപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലം ആകുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എത്ര പേഴ്സാണ് ഉള്ളത്? നമുക്കൊരു 12-13 പേഴ്സോളം നമുക്ക് വൈറ്റും ബ്ലാക്കും ആയിട്ട് നമുക്കിവിടെ ഉണ്ട്. നമ്മൾ കൂടുതലും ഷോ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ നമ്മുടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പന ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനമൊക്കെ നടക്കുന്നത്? നമ്മൾ ഷോയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങളെ വിൽക്കാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിപാടി. ഈ ഫാൻറ്റെയിൽസിൻ്റെ എല്ലാ ആവശ്യക്കാരാണ്? ഫാൻറ്റെയിൽസിന് ധാരാളം ആവശ്യക്കാർ വരുന്നുണ്ട്. കുറേ പിള്ളേർ വരുന്നുണ്ട്. അതല്ലാതെ എന്നാ പറയുന്നത്, കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ നമുക്ക് ഫാൻറ്റെയിൽസ് നല്ല ഡിമാൻഡുള്ള ബേഡ്സാണ് ഫാൻറ്റെയിൽസ് പീജൻസിനകത്ത്. ഈ ഫാൻറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽസിന് വേണ്ടിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫാൻറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നുണ്ടല്ലോ ഫാൻറ്റെയിൽ. അതിൻ്റെ അകത്ത് അതിൻ്റെ ടെയിലും പിന്നെ വിങ്സ് ക്വാളിറ്റി, ടെയിൽ ക്വാളിറ്റി, ഇതെല്ലാം ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ സൈസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് കൂടുതലും ഡിമാൻഡ് ഏത് ടൈപ്പ് ഫാൻറ്റെയിൽസാണ്? അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില വരുന്നത് എങ്ങനെ? എൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണോ അതോ കളർ അനുസരിച്ചിട്ടോ എങ്ങനെയാണ്? ഇതിൻ്റെ വില ശരിക്കും വരുന്നത് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില വരുന്നത്. കളേഴ്സിനും വില വരുന്നുണ്ട്, എന്നാലും കൂടുതലും ക്വാളിറ്റി അനുസരിച്ചാണ് വില വരുന്നത്. ഇപ്പോൾ കൂടുതൽ ഇവിടെ വൈറ്റും ബ്ലാക്കും മാത്രമാണ് ജിഷ്ണു ചെയ്യുന്നത്. കളറിനോടോ മറ്റുള്ള കളറിനോടോ താല്പര്യമൊന്നുമില്ല? മിക്സ് കളറിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈറ്റ് ഫാൻറ്റെയിൽസിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫാൻറ്റെയിൽസിൻ്റെ എല്ലാം ബ്രീഡിങ്ങിലുള്ളൊരു ക്വാളിറ്റി എങ്ങനെയാണ് ജിഷ്ണു നിലനിർത്തുന്നത്? ആ ബ്രീഡിങ്ങിന് എന്തെങ്കിലും പ്രത്യേക ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ടോ? ബ്രീഡിങ്ങിന് അങ്ങനെ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ സെയിം ബ്ലഡ് ലൈന് നമ്മൾ ചെയ്യും. എന്നാലും നമ്മളതിൻ്റെ ക്വാളിറ്റി അഥവാ അഴുക്കാന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വേറെ ബ്ലഡ് ലൈനിലായിട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നിലവിൽ എൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കി എല്ലാവരും പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോർമൽ ഒരു ഫാൻറ്റെയിൽസ് എത്ര മാസം കഴിയുമ്പോൾ മെച്യൂർ ആവുന്നത്? നോർമൽ 6 മാസമാണ് മെച്യൂർ ആകാൻ വേണ്ടി ഉള്ള ടൈം. അത് കൂടാതെ നമുക്ക് ഇതിന് 10 കള്ളി എന്ന് പറയും. അതായത് ഈ ഫെദറിൽ 10 ഫെദർ പോയി കഴിയുമ്പോഴത്തേക്കും മെച്യൂർ ആകുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലത് ഫാസ്റ്റായിട്ട് മെച്യൂർ ആകുന്നതുണ്ട്, ചിലത് ഭയങ്കര സ്ലോ ആയിട്ട് മെച്യൂർ ആകുന്നതുമുണ്ട്. ഇപ്പോൾ ഒരു സെയിം പെയറിനെ തന്നെ നമുക്ക് എത്ര ബ്രീഡിംഗ് വരെ എടുക്കാറുണ്ട്? സെയിം പെയറിനകത്ത് നമുക്കൊരു 3 ബ്രീഡിംഗ് ആണ് നല്ലത്. അതുകൂടാതെ ഒരു 5 എണ്ണം വരെ പോയാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാൻറ്റെയിൽ ആയതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതിനകത്ത് ക്വാളിറ്റി വ്യത്യാസം നല്ലപോലെ വരും. അതനുസരിച്ച് നമ്മൾ പെയർ പൊട്ടിച്ച് മാറ്റിയിട്ട് കൊടുക്കും. അതായത് മെയിലും ഫീമെയിലും വേറെ വേറെ മെയിലും ഫീമെയിലിൻ്റെ കൂടെ പെയർ ചെയ്ത് അങ്ങനെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാൻറ്റെയിൽസിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തോ? അതിന് കൊടുക്കുന്ന ഫുഡ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന രോഗങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞല്ലോ. ഇപ്പം പൊതുവേ പീജിയൻസിന് വരുന്നതാണ് ഈ കറക്കം എന്ന് പറയുന്ന അസുഖം. നമ്മളത് ഒന്ന് ശരിക്കൊന്ന് കെയർ ചെയ്താൽ നമുക്കത് വരാതിരിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ അതിന് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. PNV എന്ന് പറയുന്നൊരു വാക്സിനേഷൻ ഉണ്ട്. ഈ കറക്കം എന്തുകൊണ്ടായിരിക്കും കൂടുതലും വരുന്നത്? അത് കൂടിൻ്റെ വൃത്തിഹീനതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും പിന്നെ ഈ പുറത്തുനിന്നുള്ള പ്രാവുകൾ വന്ന് അവരുടെ അതിൽ നിന്ന് അസുഖം വരാം. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന പ്രാവുകളിൽ അസുഖം ഉണ്ടെങ്കിൽ അത് പകരാം. അവർക്കില്ല തന്നെ അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പകരാം. ഇപ്പോൾ പല വിധത്തിൽ അത് പകരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ പ്രാവിനെ മേടിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ലോഫ്റ്റ് വിസിറ്റ് ചെയ്ത് അവിടെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫാൻറ്റെയിൽസ് ആണെങ്കിലും പീജൻസ് ആണെങ്കിലും ഏത് ബേഡ്സ് ആണെങ്കിലും നമ്മൾ മേടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മിക്സ് ഫുഡാണ്. അതായത് പല പല ധാന്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ അത് മേടിക്കുന്നത് തന്നെയാണ്. മിക്സ് ഫുഡ് മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര നേരം ഫീഡ് ചെയ്യാറുണ്ട്? നമ്മൾ ഒരു നേരമാണ് ഫീഡ് ചെയ്യുന്നത്. രാവിലെ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് അടുത്ത കൊടുക്കുന്നത്. അതായത് ഒരു ദിവസത്തേക്കുള്ള തീറ്റ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതിപ്പോൾ അഥവാ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മളത്
കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോഴി അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. നമ്മളിവിടെ കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് അത് എടുക്കാറില്ല. നമുക്ക് ഈ ഫാൻഡേൽസിന്റെ ഇതിന്റെ വിരമരുന്നിന്റെ പ്രയോഗം അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? പിന്നെ ഡീവാമിങ് ചെയ്യുന്നത് എല്ലാ മാസവും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഫാൻഡേൽ എന്നല്ല, ഇപ്പം ഏത് ബേഡിനെ വളർത്തിയാലും നമുക്കതൊരു വീക്ക് അവസ്ഥയിലോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. വിരയുടെ ശല്യം കൂടുമ്പോൾ അവരുടെ കാഷ്ടം നോക്കിയാലും എന്താണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ബേഡിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാഷ്ടത്തിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുമ്പോൾ നമ്മളത് ഡിവാമിങ്ങിനുള്ള മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അത് വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 5-6 ഡ്രോപ്പാണ് പറയുന്നത്, എന്നാലും വെയിറ്റ് അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പം ഇവിടെ ഇതിന്റെ ഫാൻഡേൽസിനെല്ലാം കുഞ്ഞുങ്ങളെ എത്ര ദിവസം കഴിയുമ്പോഴാണ് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത്? നമുക്ക് ഇവിടെ നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ട് ഫാൻഡേൽസ് എടുക്കാൻ വേണ്ടി തന്നെ. അതൊരു നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു മെച്ചുവറായി, അതായത് മെച്ചുവർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ തീറ്റി തിന്നാറാകുമ്പോൾ തൊട്ട് നമ്മളിവിടെ സപ്ലൈ ചെയ്യാറുണ്ട്. ഇവിടെ നോർമലി ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് എന്താണ് വില വരുന്നത്? ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ വരും? പ്രൈസ് റേഞ്ച് വരുന്നത് ഞാനിവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മിക്സ് ഉണ്ട്, ഇന്ത്യനും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഫാൻഡേൽ നല്ല ക്വാളിറ്റി കൊടുക്കുന്നത് പെയർ 3 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ നോർമലായിട്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂട് നിർമ്മാണത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഫ്റ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ കൂടിൻ്റെ മെഷർമെൻറ്റും എല്ലാം വന്നേക്കുന്നത്? നമ്മുടെ ലോഫ്റ്റിൽ കൂടിൻ്റെ മെഷർമെൻറ്റ് വന്നേക്കുന്നത് ഇതിപ്പം നമുക്കൊരു 12 കള്ളി കേജാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നേക്കുന്നത് 3 അടി വീതി, 3 അടി നീളം, 2 അടി പൊക്കമാണ് വന്നേക്കുന്നത്. നമുക്ക് ഇച്ചിരി ജംബോ സൈസ് ഫാൻഡേൽസിന് ഒരു 3 അടിയേലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ 2 അടിയാകാം, 2.5 അടിയാകാം, അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യും. ഞാനിവിടെ ചെയ്തേക്കുന്നത് 3 അടി നീളം, 3 അടി വീതി, 2 അടി ഹൈറ്റിലാണ് ഇപ്പോൾ കൂട് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഇവിടെ ഉള്ള ഒരു വൈറ്റ് കളർ ഫാൻഡേലാണ്. ഇത് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിലാണ്. ഇത് നമ്മുടെ ഇവിടെ ഇറങ്ങിയ കുട്ടി തന്നെയാണ്. നമ്മളതിനെ മെച്ചുവറാക്കി എടുത്ത് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പം ഒരു സെറ്റ് എഗ്ഗ് ചെയ്തു. അവർ അടുത്ത സെറ്റ് എഗ്ഗ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. നമുക്ക് ഒരു ബ്രീഡിങ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ഇതിന്? ബ്രീഡിങ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ, അതായത് നമ്മൾ മഴക്കാലത്ത് അങ്ങനെ ബ്രീഡിങ് ചെയ്യാറില്ല. നമ്മളത് ഒരു ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ഹെൽത്ത് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത ബ്രീഡിങ്ങിലേക്ക് കയറ്റുന്നത്. നമ്മുടെ ഒരു വൈറ്റ് ഫീമെയിലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ടെയിലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. നമ്മൾ ഇതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ടെയിൽ കട്ട് ചെയ്ത് കളയുന്നത്. ടെയിൽ കട്ട് ചെയ്ത് കളഞ്ഞില്ലേലും കുഴപ്പമില്ല. പക്ഷേ റിസൾട്ട് നമുക്ക് എഗ്ഗിൽ റിസൾട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ടെയിൽ കട്ട് ചെയ്ത് കളയുന്നത്. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കട്ട് ചെയ്ത് കളയാറുണ്ട്. നമ്മളതിൻ്റെ റിസൾട്ട്, അഥവാ നമുക്ക് ടെയിലുള്ളപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെയിൽ കട്ട് ചെയ്ത് കളയാറുണ്ട്. ഇപ്പോൾ ഈ ഫാൻഡേൽസിന് നമുക്ക് ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ വരാറുണ്ടോ? മെയിനായിട്ട് മഴക്കാലത്താണ് നമുക്ക് ഫാൻഡേൽസ് എന്നല്ല, നമുക്ക് പീജൻസിന് അസുഖം കൂടുതൽ വരുന്നത്. പിന്നെ കാലാവസ്ഥ വ്യത്യാസം വരുമ്പോഴത്തേക്കും അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളത് നോക്കി, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റിയിട്ട് കെയർ ചെയ്ത് നമ്മൾ പഴയപടി കൊണ്ടുവരുന്നതാണ് നല്ലത്. മാറ്റിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരേ കൂടിനകത്തിട്ട് ചെയ്യരുത്, മാറ്റിയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വൈറ്റും ബ്ലാക്കും ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് മിക്സ് കാറ്റഗറിയിൽ അങ്ങനെയുള്ള ബ്രീഡിങ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? നമുക്ക് വൈറ്റും ബ്ലാക്കും ചെയ്യുന്നുണ്ട്. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജംബോ ടൈപ്പിനകത്ത് നമുക്ക് ക്ലാസിക് ആൽമണ്ട്, പിന്നെ കൈറ്റ് കളറ്, പിന്നെ അങ്ങനെ കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ കുറച്ച് 2-3 വെറൈറ്റി നമ്മുടെ ഈ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തോ? ഇത് നമ്മുടെ ഇരിക്കുന്ന ക്ലാസിക് ആൽമണ്ട് ഒരു മെയിലാണ്. ഇത് സാധാ ആൽമണ്ട് ഒരു ഫീമെയിൽ. അപ്പോൾ ഈ ക്ലാസിക് ആൽമണ്ടും സാധാ ആൽമണ്ടും അതിൻ്റെ വ്യത്യാസം എന്താണ്? ക്ലാസിക് ആൽമണ്ട് കളേഴ്സിലാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ കളർ നോക്കിയാൽ തന്നെ അറിയാം, കണ്ടോ? ഇതിൻ്റെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കളേഴ്സിൽ പല കളേഴ്സ് കയറി വന്നിട്ടുണ്ട്. സാധാ ആൽമണ്ട് വരുമ്പോഴത്തേക്കും കളേഴ്സ് കുറവായിരിക്കും. നമുക്ക് ഇതിനെ രണ്ടിനോട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുമോ? ഇത് രണ്ടും കൂടെ പെയർ ചെയ്തതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കളേഴ്സിലല്ല, ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഈ കോമൺ ആയിട്ട് ഈ ആൽമണ്ട് കളേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആൽമണ്ട് കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ജീൻ പവർ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് 2 ആൽമണ്ട് ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈറ്റ് കുഞ്ഞുങ്ങൾ വീഴാം. വൈറ്റ് കുഞ്ഞുങ്ങൾ വീണാലും അവർക്ക് ഷെയ്ക്കാണോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഫാൻഡേൽസ് അല്ലെന്നുണ്ട് ഏത് കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
നമ്മൾ ക്ലാസിക് ആൽമണ്ടിൻ്റെ കൂടെ ഈ ആൽമണ്ട് അല്ലാതെ വേറെ നല്ല കളേഴ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസിക് ആൽമണ്ട് കുഞ്ഞുങ്ങൾ കിട്ടും. ഈ ക്ലാസിക് ആൽമണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് വർഷം മാറി മാറി, അതായത് മോൾട്ടിങ്ങിൽ കളേഴ്സ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കുറച്ചും കൂടെ ഡാർക്കായി വന്നുകൊണ്ടിരിക്കും. ക്ലാസിക് ആൽമണ്ട് അല്ല, ആൽമണ്ടിനകത്തെ കളേഴ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ഫാൻറ്റൈൽസ് ആണ്, അവർ പെയറാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫാൻറ്റൈൽസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിചരണത്തിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മളായിട്ട് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതെല്ലാം അവർ തന്നെ നോക്കിക്കോളും. പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നവരുണ്ട്. നമ്മളങ്ങനെ ഇവിടെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലാം നമ്മുടെ പേരൻസ് തന്നെ എല്ലാം നോക്കിക്കോളും. അതുകൊണ്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഈ പൊതുവെ ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു ബ്ലാക്ക് മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ. നമുക്ക് ബ്ലാക്ക് കളറ്, അതായത് പ്യുവർ ബ്ലാക്ക് കിട്ടണമെങ്കിൽ ബ്ലാക്കും പെയർ ചെയ്യണം. പിന്നെ ജംബോയ്ക്കകത്ത് പെയറിങ് വ്യത്യാസം വരുന്നതനുസരിച്ച് കളേഴ്സിന് വ്യത്യാസം വരും. എന്നാലും ബ്ലാക്കും ആണ് ബ്ലാക്ക് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നീട് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും ആണെങ്കിലും ബ്ലാക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ലൈനേജ് തന്നെ പോകണം, ബ്ലാക്ക് വേണം. ഇത് നമ്മുടെ കയ്യിലുള്ള കൈറ്റ് കളർ ഒരു ഫീമെയിൽ. പിന്നെ ഇതെന്ന് പറയുന്നത് മിൽക്കി ഗ്രിസിൽ എന്ന് പറയുന്നൊരു കളറാണ്. ഇതും ഫീമെയിലാണ്, നമ്മുടെ ബ്രീഡിങ് ഫീമെയിലാണ് രണ്ടുപേരും. ഇതിന് ഏത് പെയറുമായിട്ടാണ് ഇത് കോമ്പിനേഷൻ? ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ക്ലാസിക് ആൽമണ്ട് ഉണ്ട്, ആ ക്ലാസിക് ആൽമണ്ടുമായിട്ടാണ് നമ്മൾ ഇതിനെ പെയർ ചെയ്യിപ്പിച്ചേക്കുന്നത്. ഇതിനെ പെയർ ചെയ്യിപ്പിച്ചേക്കുന്നത് നമ്മുടെ ഒരു പ്യുവർ വൈറ്റ് ഒരു ജംബോ ഒരു ആളുണ്ട്, പുള്ളിയായിട്ടാണ് നമ്മൾ അതിനെ പെയർ ചെയ്യിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വൈറ്റ് ഇറങ്ങും എന്നുള്ളൊരു കണക്കൂടലുണ്ട്, നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് പെയറിങ്ങാണ്, ഒന്ന് നോക്കണം. ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ അടുത്ത ഇതിലേക്ക് മാറത്തുള്ളൂ. ഒരു തവണ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതിന് ശേഷം അടുത്ത ഒരു എഗ് പീരീഡ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ആവുന്നത്? കുഞ്ഞുങ്ങൾ തന്നെ തീറ്റ തിന്നാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ കുഞ്ഞുങ്ങളെ കൊത്തി ഓടിക്കും. ആ സമയമാകുമ്പോഴത്തേക്കും അവരടുത്ത ബ്രീഡിങ്ങിലേക്ക്, അടുത്ത എഗ്ഗിലേക്ക് അവർ ചെയ്യും. അതിന് എന്തോരം ഡ്യൂറേഷൻ വരുന്നുണ്ട് ഏകദേശം? കുഞ്ഞുങ്ങൾ ഒരു 45 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ. അഥവാ ഇപ്പം ആദ്യത്തെ എഗ്ഗ് ചെയ്ത് അതിന് റിസൾട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരടുത്ത ഇപ്പം നമ്മൾ റിസൾട്ട് നോക്കുന്നുണ്ട്, എഗ്ഗിനകത്ത് റിസൾട്ട് നോക്കുന്നുണ്ട്. ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഗ്ഗിൽ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് റിസൾട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് എടുത്ത് കളയും. എന്നിട്ട് അവർ ഒരു 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ അവരടുത്ത എഗ്ഗ് ചെയ്യും, അടുത്ത് ബ്രീഡ് ചെയ്ത് എഗ്ഗിങ് ആവും. നമുക്കിവിടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്? നമുക്കിവിടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പിന്നെ നമുക്ക് ഫാൻറ്റൈൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, അതായത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ ക്വാളിറ്റി കുറയാൻ സാധ്യത കൂടുതലാണ്. അന്നേരത്തേക്ക് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫോസ്റ്റേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോസ്റ്റർ പേരൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരും നമ്മളെ ഫാൻറ്റൈൽസും സെയിം ടൈമിൽ എഗ്ഗ് ചെയ്യുക. അതൊരു 3 ദിവസം ഗ്യാപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. എഗ്ഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എഗ്ഗ് എടുത്ത് അവർക്ക് മാറ്റി വെച്ചാൽ കൊടുക്കുന്നത് സാധാരണ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫാൻറ്റൈൽസ് അഥവാ ഇനി ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഫാൻറ്റൈൽസിൽ തന്നെ വെക്കാറുമുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരികയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫോസ്റ്റർ പേരൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളിലുള്ള ടെയിൽ മാർക്കാണ്. ടെയിൽ മാർക്ക് ബ്രീഡിംഗ് പെയറാണ് ഇവർ. അത് നമുക്ക് ഇവിടുന്ന് ഇതിൽ നിന്ന് ഇറങ്ങിയ ഒരു ടെയിൽ മാർക്ക് കുട്ടി തന്നെയാണ്, ഇവിടെ ബ്രീഡ് ചെയ്ത് ഇറങ്ങിയ കുട്ടിയാണ്. ഇതിപ്പോൾ ഏതൊരു കോമ്പിനേഷനിലാണ് ഇങ്ങനെ ഒരു കളേഴ്സ് വരുന്നത്? ഇത് ടെയിൽ മാർക്ക് തന്നെയാണ്. കളേഴ്സ് വരുന്നത് ടെയിൽ മാർക്ക്, അതായത് ബ്ലാക്ക് ടെയിലും വൈറ്റ് ബോഡിയും വരും, വിത്ത് ബൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെയിൽ മാർക്ക് രീതിയിൽ വരത്തില്ല, അല്ല വേറെ ഒരു കളർ കോമ്പിനേഷൻ ടെയിൽ മാർക്കിംഗ് മിസ് മാർക്കിങ് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു കളറാണ് ഇവർ. ഇതിന്റെ ബ്രീഡിങ്ങിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ ബ്രീഡിങ്ങിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. അവർ തന്നെ ബ്രീഡായി അവർ തന്നെ കുഞ്ഞുങ്ങളെ നോക്കി തന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു പെയറിന് നമ്മുടെ ഇവിടെ ലോഫ്റ്റ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് കൊടുക്കുന്നത്? ഇതിന്റെ പെയർ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് റേറ്റ് വരുന്നത് നമ്മൾ 4000 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ ക്വാളിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് വ്യത്യാസം വരികയും ചെയ്യും കേട്ടോ. നമ്മുടെ ലോഫ്റ്റിൻ്റെ കൂടെ തന്നെ കൊണ്ടുനടന്നതാണ്. നമുക്ക് ഒരു ചെറിയൊരു കെനലും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡോഗ്സേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ഡോഗാണ്, അമേരിക്കൻ പുള്ളിയാണ്, പോക്കറ്റ് സൈസാണ്. ഉള്ള പേര് ആൽഫ എന്നാണ്. ഇവൾക്ക് ഇപ്പം 16 മാസമാണ്. ഇത് 1 വയസ്സ് കഴിഞ്ഞു. അമേരിക്കൻ പുള്ളി മെയിനായിട്ട് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോ, പോക്കറ്റ്, സ്റ്റാൻഡേർഡ്, ക്ലാസിക്, പിന്നെ XL, XXL അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്.
ഇതിപ്പോ ഏത് കളറാണോ ഇത് വരുന്നത്? ഇത് കളർ വന്നേക്കുന്നത് ബ്രിണ്ടിൽ കളറാണ്. നമുക്കൊരു ഈ കളർ ഒരു കണ്ട് രസം തോന്നി ഇഷ്ടപ്പെട്ട് എടുത്തൊരു കളറാണ് ബ്രിണ്ടിൽ കളർ. നമ്മളിപ്പോ ഇതിനെ ബ്രീഡ് ചെയ്ത് തുടങ്ങി? ഇതിനെ നമ്മൾ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ഹീറ്റിംഗ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പൊതുവെ ഈ അമേരിക്കൻ പുള്ളിയുടെ ക്യാരക്ടർ അല്ല ആറ്റിറ്റ്യൂഡ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞല്ലോ. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കമ്പാനിയൻ ഡോഗ് ആണ് മെയിനായിട്ട്. അല്ലാതെ അറ്റാക്കിംഗ് മോഡോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഡോഗ്. പിന്നെ നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് കാണുന്ന കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിണ്ടിലുണ്ട്, നല്ല റയറാണ്. ബ്രിണ്ടിലുണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക്, അതെല്ലാം ഇവിടെ കാണുന്ന കളേഴ്സാണ്. പിന്നെ ഈ ചെസ്റ്റിൽ വൈറ്റ് ഷെയ്ഡ് വരും, അത് എല്ലാ ഡോഗ്സിനും കാണും. മിക്ക ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പുള്ളിക്കകത്ത് മിക്ക ഡോഗ്സിനും ആ ഒരു ചെസ്റ്റിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നതാണ്. ഇതിന്റെ ഗ്രൂമിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവര് മെയിനായിട്ട് സിംഗിൾ കോട്ടാണ് വരുന്നത്. ഗ്രൂമിങ് നമുക്ക് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്ന് ഗ്രൂം ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൊതുവെ മറ്റുള്ള ഡോഗ്സിനോട് എങ്ങനെയുണ്ട് ഇത്? മറ്റുള്ള ഡോഗ്സുമായിട്ട് നമ്മുടെ ഇവിടെ ഇപ്പം 2 ഡാഷും കൂടിയാണ് ഉള്ളത്. 2 ഡാഷും ഇവരുമാണ് എൻ്റെ ഉള്ളത്. അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലർ പറയും വേറെ ഡോഗ്സ് വേറെ ആനിമൽസുമായിട്ട് ഭയങ്കര അഗ്രഷനാണ് കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റോ അങ്ങനെ പ്രശ്നങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് പൊതുവേ എല്ലാ ഡോഗ്സിൻ്റെയും സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് കമ്പാനിങ് ഡോഗാണ്. അപ്പം അതിൻ്റേതായ കമ്പാനിങ് ഡോഗായിട്ട് വളർത്തുന്നതാണ് നല്ലത്. പിന്നെ ട്രെയിനിങ് അനുസരിച്ച് മാറ്റാൻ പറ്റും. ഞാനിവിടെ മേടിക്കുന്നത് 2 മാസം പ്രായമുള്ളപ്പോഴാണ്. ഇതിന്റെ ഇയറെല്ലാം ക്രോപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്? കിട്ടിയപ്പോഴേ ക്രോപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കിയാൽ കിട്ടിയിരുന്നത്. ക്രോപ്പ് ചെയ്താലും ഉള്ള ആ ഒരു ലുക്കും ആ ഒരു ടെറർ ലുക്കും ഒക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് കോമൺ ആയിട്ട് ഇപ്പം അമേരിക്കൻ പുള്ളിയെ ഇപ്പോൾ വളർത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് സ്കിൻ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഹീറ്റ്, നമ്മുടെ ഹീറ്റ് സ്ട്രോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പം അതനുസരിച്ച് ഫുഡിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്താറുണ്ടോ? ഫുഡിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. നല്ല തൈര് കൊടുക്കുന്നത് നല്ലതാണ്. ദേഹം തണുക്കാനായിട്ട് തൈര് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തൈരല്ലാതെ ഇതിന് എന്തൊക്കെ രീതിയിലുള്ള ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമ്മൾ സാധാ ഡോഗ്സിന് കൊടുക്കുന്ന പോലെ തന്നെ ചോറും ഒന്നെങ്കിൽ റൈസ് ചിക്കൻ അല്ലെങ്കിൽ റൈസ് ബീഫ് അങ്ങനെ കോമ്പിനേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര നേരമാണ് ഇപ്പോൾ ഇതിന്റെ ഫീഡിങ് എല്ലാം വരുന്നത്? നമ്മുടെ ഫീഡിങ് ഞാനിപ്പം 2 നേരമാണ് ചെയ്യുന്നത്. ഇതിനിപ്പം എന്തെങ്കിലും എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഓടിക്കും. അതായത് നമ്മൾ മറ്റേ ഡോഗ്സ് ഇതുവരെയും കൂടെ ഒരുമിച്ച് അയച്ചു വിടുന്നത്. അന്നേരത്തേക്ക് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും കളിക്കുകയും അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇതുവരെ ചെയ്യിച്ചിട്ടില്ല. പിന്നെ ഈ സ്ട്രോക്കിൻ്റെ ഒക്കെ പ്രശ്നം കൂടുതലായ കാരണം നമ്മൾ ഒത്തിരി ഓടിക്കുന്നതും നല്ലതല്ല.